ഇവളെ പോലൊരു ഭാര്യയെ ജീവിതകാലം മുഴുവൻ സഹിക്കണമെന്ന് ഞങ്ങൾ പറയില്ല മോനെ, പറയില്ല. ഏതായാലും വിവാഹം കഴിഞ്ഞു പോയില്ലേ, ഇനിയിപ്പോ ഇയാൾ അവിടെ നിർത്തിയിട്ട് പോകുന്നത് ശരിയല്ല. ഞങ്ങൾ തിരികെ പോകുമ്പോ കൂടെ പോന്നോട്ടെ. അല്ല, അത് മോനെ, എന്റെ മോളുടെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റുണ്ടെന്ന് മോൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യണമെന്ന് ഞാനും മോളും പറയില്ല. ഇത് ത്യാഗമൊന്നുമല്ല. ഞാൻ കെട്ടിയ താലി മഹാലക്ഷ്മിയുടെ കഴുത്തിലുണ്ട്. അതുകൊണ്ട് മഹാലക്ഷ്മി എനിക്കൊപ്പം വേണമെന്നാ എന്റെ ആഗ്രഹം. ഇയാളിത് ഏത് യുഗത്തിലാ ജീവിക്കുന്നേ? മണ്ടൻ. ഇന്നത്തോടെ അവളുടെ താലി ഇറക്കുന്നു കരുതിയത്, അത് വെറുതെ ആയി പോയല്ലോ. അത് പറയുമ്പോഴും മോന്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ. അതെ അതെ, സന്തോഷിക്കാവുന്ന കാര്യങ്ങളല്ലല്ലോ കണ്ടതും കേട്ടതും നടന്നതും ഒക്കെ. ഏതായാലും എന്റെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് എനിക്കൊപ്പം ജീവിക്കാൻ തയ്യാറായ പെൺകുട്ടിയല്ലേ മഹാലക്ഷ്മി. അതുകൊണ്ട് ആ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് അയാൾ ഓടിപ്പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. മറ്റുള്ളവർ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എനിക്ക് ശരിയെന്ന് തോന്നുന്ന തീരുമാനങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ. അതാ എന്റെ രീതി. ഉച്ചയൂണ് ഒരുക്കി കാണുമല്ലോ, അത് കഴിച്ചിട്ട് മഹാലക്ഷ്മി കൂട്ടി തന്നെ ഞങ്ങൾ പോകും. അവിടുന്ന് വെളിവല്ലതും വന്നോ അമ്മ? അവളെ കണ്ണേട്ടൻ അവിടെ കൊണ്ടുപോയി നിർത്തിയോ? ഒന്നും അറിയത്തില്ല മോളെ. ഒന്ന് വിളിച്ചു ചോദിക്കായിരുന്നില്ലേ? നമ്മളിങ്ങനെ അമിത ആവേശം കാണിക്കുന്നത് ശരിയല്ല. പോയവര് വരട്ടെ, അപ്പൊ അവള് കൂടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാലോ. എങ്ങനെയെങ്കിലും കണ്ണേട്ടൻ അവൾ അവളുടെ വീട്ടിൽ നിർത്തിയിട്ട് വന്നാൽ മതിയായിരുന്നു. അവൾ ആള് ശരിയല്ലാന്ന് മേഘേട്ടൻ പറഞ്ഞത് മുതല് അവൾ ഇവിടുന്ന് പോണോന്ന എന്റെ പ്രാർത്ഥന. പോയാ നിനക്ക് നിന്റെ ചേട്ടനും കൊള്ളാം, പിന്നെ മേഘനും. അങ്ങനെയാണെങ്കിലേ കണ്ണനെ നോക്കൂത്തിയാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അവന്റെ സർവ്വ സ്വത്തുക്കളും സ്വന്തമാക്കാം. ദേ, അവര് വന്നു.
ഉണ്ടല്ലോ അമ്മ. എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. അവള് ചിലപ്പോ കരഞ്ഞ് കാല് പിടിച്ച് നിരപരാധി ചമഞ്ഞ് കാണും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.